അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100ാം വാർഷികം വളരെ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി വളരെ ആവേശത്തോടുകൂടി കാസർഗോഡ് കുനിയ എന്ന സ്ഥലത്ത് തുടങ്ങുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത്. ഈ സമ്മേളനത്തിന് ആദ്യമായി എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് പ്രത്യാശകൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സമ്മേളനമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വിശ്വാസികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുന്നതും അങ്ങനെ ഈമാനികമായ ഒരു ആവേശം, ആത്മീയമായ ഒരു ഉണർവ് ഉണ്ടാവുന്നതുമെല്ലാം വളരെ സ്വാഗതാർഹമാണ്. കഴിയുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മുസ്ലിം സമുദായത്തിലെ വളരെ ബുദ്ധിജീവി നിലവാരത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു റവല്യൂഷനിസ്റ്റ് സ്വഭാവത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. ഇങ്ങനെ സാമ്പ്രദായികമായ സ്വഭാവത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സമ്മേളനങ്ങൾ ഒരു അനുഷ്ഠാനം പോലെ ഉണ്ടാകുന്നത് കൊണ്ട് എന്താണ് കാര്യം? സൃഷ്ടിപരമായി, ക്രിയാത്മകമായി ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രംഗത്ത് എന്ത് കാൽവെപ്പാണ് കേവലം ഇത്തരം ഒരു സമ്മേളന മാമാങ്കം കൊണ്ട് ഉണ്ടാകുന്നത് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അതിൽ കാര്യമൊന്നുമില്ല. അത് എല്ലാ സമ്മേളനങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ശേഷിപ്പുകൾ ഉണ്ടാക്കാൻ, എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, എന്തെങ്കിലും ഉയർത്തെഴുന്നേൽപ്പ് സംജാതമാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് സ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ നഹസ്സും അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ, തഫാഉലും തശാഉമും ഒക്കെ ഉലമാക്കൾ ഒന്ന് നോക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു വീടിന് കുറ്റിയടിക്കുകയോ അല്ലെങ്കിൽ ഒരു കടയ്ക്ക് കുറ്റിയടിക്കുകയോ കട്ടില വയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമല്ലോ. കുനിയ എന്ന് പറയുന്ന സ്ഥലം കാസർഗോട്ടെ വളരെ പരിശുദ്ധമായ, വളരെ സമ്പന്നമായ പാരമ്പര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ്. കുനിയ എന്നുള്ളത് ആ മലയാളത്തിൽ ആ വാക്ക് നമ്മൾ എടുത്താലും, ഇനി അതല്ല അറബി ലഫ്ളാണ് അത് എന്ന് പരിഗണിച്ചാലും, രണ്ടിലും ഒരു ചെറിയ വിഷമമുണ്ട്, ഒരു പ്രയാസമുണ്ട്. കാരണം അറബി ഭാഷയിൽ കന എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചു എന്നർത്ഥമുണ്ട്, ദുസ്സൂചന നൽകി എന്നും അതിനർത്ഥമുണ്ട്. തഖ്വീമുൽ ലിസാനില് അൽ അസ്മാഉ സിത്ത അതിൽപ്പെട്ട അതുണ്ടല്ലോ, അബൂക്ക, ഹമൂക്ക, ഹനൂക്ക, ഫൂക്ക, ദൂമാൽ, അതില് ഈ ഹന് എന്നുള്ളതിന്റെ മാന പറയുന്നിടത്ത് കിനായത്തുൻ അമ്മ ഇസ്തഖ്ബഹു തസ്രീഹു ബിഹി, ഏതൊന്നുകൊണ്ട് വെളിവാക്കപ്പെടൽ ഖബീഹാക്കപ്പെടുമോ അതിനെ തൊട്ടുള്ള കിനായത്താണ് എന്നൊരു പ്രയോഗമുണ്ട്. അപ്പൊ കിനായത്ത് എന്നുള്ളതിന്റെ മഅറൂഫായ ഫേലാണ് കന, മജ്ഹൂലായ ഫേലാണ് കുനിയ. കുനിയാന്നുള്ളതുണ്ടല്ലോ, കനായക്കനയുടെ മാലി മജ്ഹൂലും മുസ്ബത്തായ ഫിൽ എന്നുള്ള വഹദ മുദക്കറു ഗായിബാണ്. അതായത് കനായക്കിനി കിനായത്തൻ ഫഹുവ കാനിൻ വ കുനിയ യുക്ന കിനായത്തൻ ഫഹുവ മക്കിനിയുൻ. അപ്പൊ കുനിയാന്ന് കിട്ടില്ലേ? കനായക്കിനി കിനായത്തൻ ഫഹുവ കാനിൻ വ കുനിയ. ആ കുനിയാണ് ഈ കുനിയ. അപ്പൊ കുനിയ എന്ന് പറഞ്ഞാൽ ദുസ്സൂചന നൽകപ്പെട്ടു എന്നുള്ള ഒരു അർത്ഥം ആ ലഫ്ലിനുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട ഉലമാക്കൾ ഈ സമ്മേളനം നിർണയിക്കാൻ നേരത്ത് അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ഒരു സ്ഥലപ്പേര് വെക്കലായിരുന്നു ആ നെഹസ് ഒഴിവായി കിട്ടാൻ നല്ലത് എന്നുള്ള ഒരു അഭിപ്രായം, വിനീതമായ ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ ഊളംപാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ആ ആശുപത്രി വരുന്നതിന് മുമ്പേ ആ സ്ഥലത്തിന്റെ പേര് അങ്ങനെയാണ്. ആ സ്ഥലം അവിടെ ഉണ്ട്. അപ്പൊ ഊളംപാറ സ്വദേശിയായിട്ടുള്ള ഒരാളോട് നിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചാൽ എൻ്റെ വീട് ഊളംപാറയാണ് എന്ന് ആരും പറയൂല. അവൻ ഒന്നിരിക്കൽ പറയും ശാസ്തമംഗലത്താണ് എൻ്റെ വീട്, അല്ലെങ്കിൽ പേരൂർക്കടയിലാണ് എൻ്റെ വീട് എന്നാണ് പറയുള്ളൂ. ഇതങ്ങ് ചാടിക്കിടക്കും. അതായത് മക്കാനുൻ ബൈന പേരൂർക്കട വ ശാസ്തമംഗലം ഫി മുഖാത്തഴത്തി തിർഫാന്തരം. തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കടയ്ക്കും ശാസ്തമംഗലത്തിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഊളംപാറ. ഊളംപാറ എന്ന് പറയുന്ന സ്ഥലം മോശമല്ല, അതുപോലെ ഈ സ്ഥലവും മോശമല്ല. അത് മാത്രമല്ല, ഈ കുനിയ എന്നുള്ളത് ഇനി മലയാളത്തിലുള്ള ഒരു ലഫ്ളാണ് എന്നതിൻ്റെ മേൽ മഹ്മൂലാക്കിയാലും അവിടെയും ചില ഇഅ്തിറാളുകൾ ചില ഉലമാക്കൾ തന്നെ ഉന്നയിച്ചതായി കാണുന്നുണ്ട്. അതായത് ഇത് ആരുടെയോ മുന്നിൽ
കുനിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് എന്ന് പരദൂഷണം പറഞ്ഞ് ഈ സമസ്തയുടെ ഈ 100ാം വാർഷിക സമ്മേളനത്തില് ബഹുമാനപ്പെട്ട PS ശ്രീധരൻപിള്ള സാർ, മുൻ മേഘാലയ ഗവർണർ, അദ്ദേഹം പങ്കെടുക്കുന്നതുമായിട്ട് ചേർത്ത് ഈ കുനിയ എന്നുള്ള മലയാള ലഫ്ലിന്റെ മാനയെ അതിലേക്ക് നിസ്ബ ചെയ്തും ചില ഹമുക്കുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊന്നും അവസരം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും എല്ലാ സമ്മേളനങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ, മുജാഹിദുകളുടെ, സുന്നികളുടെ എല്ലാ ഗ്രൂപ്പുകളുടെയും സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് ആ ദുആ ബർക്കത്ത് ആർജിക്കാൻ സൗഭാഗ്യം കിട്ടുന്ന ഒരു ധന്യാത്മാവാണ് ശ്രീധരൻപിള്ള സാറ് എന്നുള്ളത് വളരെ പ്രസ്താവ്യർഹമായ ഒരു കാര്യമാണ്. ഒരിക്കൽ കോഴിക്കോട്ട് വെച്ച് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാറിനെ, അദ്ദേഹം ഗവർണറൊക്കെ ആവുന്നതിന് മുമ്പുള്ളൊരു കാലത്ത് നമ്മുടെ നാഷണൽ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വെച്ച് പ്രഭാത സവാരിക്കിടലിൽ ആകസ്മികമായി ഒന്ന് കണ്ടുപോയതാണ്. അപ്പൊ ആരെ കണ്ടാലും അദ്ദേഹം പുഞ്ചിരിക്കും, അദ്ദേഹം ഹസ്തദാനം ചെയ്യും, അഭിവാദ്യം ചെയ്യും. അത് അദ്ദേഹത്തിന്റെ ആ സൗമ്യമായ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. അപ്പൊ അദ്ദേഹം പലതും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഒരിക്കൽ EK സുന്നികള് എന്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. അവര് എന്തോ കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്റെ മുമ്പിൽ വന്നതാണ്. അങ്ങനെ അവരവിടെ ഇരിക്കുക AP സുന്നിക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ എന്റെ ഓഫീസിലേക്ക് വന്നു. ഈ EK-ക്കാരെ കണ്ടപ്പോ ഈ AP-ക്കാര് സലാം പറഞ്ഞില്ല, അസ്സലാമലൈക്കും പറഞ്ഞില്ല. എന്നാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ AP സുന്നികള് എന്നോട് സലാം പറഞ്ഞേനെ എന്ന് ശ്രീധരൻപിള്ള സാറ് പറഞ്ഞത് ഞാൻ സാന്ദർഭികമായിട്ട് ഇവിടെ ഓർക്കുകയാണ്. ഏതായാലും സമസ്തയുടെ ഈ 100ാം വാർഷിക സമ്മേളനത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്താണ് അതിന്റെ പേര്? സമസ്ത സെന്റിനറി ഗ്ലോബൽ എക്സിബിഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതില് സന്ദർശകരായിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് വരുന്നത്. അൽഹംദുലില്ലാ, ഇത് വളരെ അഭിനന്ദനാർഹമായ, സ്വാഗതാർഹമായ ഒരു മാറ്റമാണ്. 10,000-കണക്കിന് സ്ത്രീകളാണ് കുനിയായിലേക്ക് ഒഴുകുന്നത് ഈ എക്സിബിഷൻ കാണുന്നതിന് വേണ്ടി, സമസ്തയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. 1980-കളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനം മലപ്പുറം ദഅവത്ത് നഗറിൽ നടന്നപ്പോൾ അന്ന് സമസ്ത ഒന്നാണ്. അവിഭക്ത സമസ്തയുടെ മുഖപത്രമായ സുന്നി വോയിസിൽ ആ സമ്മേളനത്തിലെ സ്ത്രീ പങ്കാളിത്തത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കിനായത്തായിട്ട് ഒരു എഡിറ്റോറിയൽ എഴുതിയത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന ഈ സമസ്തയുടെ സമ്മേളനത്തിൽ പിന്നെ എങ്ങനെയുള്ള സമസ്തയാണ്? ആ സമസ്തയുടെ സ്റ്റേജിലേക്ക് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി കയറി വന്നപ്പോൾ ഇതേ സമസ്തയുടെ മുശാവറ മെമ്പർ ആ പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെയുള്ളതായിരിക്കുന്ന ഈ സമസ്തയുടെ സമ്മേളനത്തിലേക്ക്, 100ാം വാർഷിക സമ്മേളനത്തിലേക്ക്, ഈ എക്സ്പോ കാണുന്നതിന് വേണ്ടി 10,000-കണക്കിന് സ്ത്രീകൾ പ്രവഹിച്ചെത്തുന്നത് വളരെ സ്വാഗതാർഹമാണ്, ശുഭോദർക്കമാണ്, പ്രോത്സാഹനാർഹമാണ്. ഇതേ സഹോദരിമാരെ ഇനി വനിതാ ലീഗിന്റെ സമ്മേളനത്തിനോ പ്രകടനത്തിനോ വിളിച്ചാൽ അവർ വരാൻ എളുപ്പമുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ വനിതാ സമ്മേളനത്തിനോ പ്രകടനത്തിനോ അവരെ വിളിച്ചാൽ അവര് മടി കൂടാതെ ഇനി വരൂലോ. കാരണം സമസ്ത ഇങ്ങനെ ഒരു തദ്രീബ്, ഒരു മുമാറസത്ത് അവർക്ക് കൊടുത്തൊരു തർബിയത്ത് കൊടുത്ത് പൊതുരംഗത്ത് വരുന്നതിന് അവരെ പ്രാപ്തരാക്കിയിരിക്കുന്നു. മനസ്സിലായോ? അപ്പോ ഇനി അവർക്ക് SDPIയുടെയോ PDPയുടെയോ സമ്മേളനത്തിൽ അല്ലെങ്കിൽ പൗരത്വ നിഷേധത്തിനെതിരായിട്ടുള്ള പ്രകടനങ്ങളിൽ ധൈര്യമായിട്ട് അവരെ വിളിക്കാം, അവർക്ക് വരാം, അവർക്ക് പങ്കെടുക്കാം. അപ്പൊ സമസ്ത ഇങ്ങനെ മാറി എന്ന് വിചാരിച്ച് ഇനി മാറി എന്നും പറഞ്ഞ് എൻ്റെ പൊന്നു മുജാഹിദുകളെ, എൻ്റെ പൊന്നു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ, നിങ്ങൾ ഇപ്പൊ തന്നെ പ്രസംഗം തുടങ്ങരുത് കേട്ടോ. സമസ്ത വനിതകളുടെ പൊതുരംഗ പ്രവേശത്തെ അംഗീകരിച്ചു, സാധൂകരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി പ്രസംഗം തുടങ്ങിയാൽ സമസ്ത പിറകോട്ട് പോകാൻ നിർബന്ധിതമാകും. അത് ഈ സാമൂഹിക മാറ്റത്തോട് മുസ്ലിം സമുദായം സ്ത്രീ പൊതുരംഗ പ്രവേശത്തിന്റെ കാര്യത്തിൽ അവരിൽ സംജാതമാകുന്ന ആ മാറ്റത്തോട് നിങ്ങൾ കാണിക്കുന്ന വലിയൊരു അക്രമമായിരിക്കും, ഒരു അനീതിയായിരിക്കും അത്. ഈ നവോത്ഥാനം എന്ന് പറയുന്നത്, നവീകരണം എന്ന് പറയുന്നത് ഇങ്ങനെ പടിപടിയായിട്ട് ഉണ്ടാവുള്ളൂ. അത് ക്രമപ്രവൃദ്ധമായിട്ടുണ്ടാവുന്ന ഒരു പ്രക്രിയയാണ്. അല്ലാണ്ട് നമ്മുടെ ഈ കൊച്ചിയില് ആ പാലം ഇല്ല, BOT പാലം, ബാമർ ഇന്ത്യ കമ്പനി പണിത പാലം പണിതുപോലെ
ഇങ്ങനെ ഒരു നിശ്ചിത ഡേറ്റിന് പണി തുടങ്ങിയിട്ട് ഒരു നിശ്ചിത ഡേറ്റിൽ പണി അവസാനിപ്പിച്ച് അങ്ങനെ കൈമാറ്റം ചെയ്യുന്ന ഒരു സംഗതിയല്ല ഈ നവോത്ഥാനം, നവീകരണം, പരിഷ്കരണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സമസ്തയിൽ സംഭവിക്കുന്നത് പോലെ തന്നെ അത് ജൈവികമായിട്ട് ഇങ്ങനെ ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പൊ അതിനെ എതിർത്തുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വന്നാൽ പിന്നെ അവരുടെ ഇടയിൽ തന്നെ അപശബ്ദങ്ങൾ വരും. ആ എക്സ്പോയുടെ സംഘാടനം ശരിയായില്ല, നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നുള്ള വ്യതിചലനമായി പോയി എന്നൊക്കെ പറയാനും ഒക്കെ അവര് നിർബന്ധിതമായി തീരും. അതിനാരും കാരണം ഉണ്ടാക്കരുത് എന്നാണ് ഇത്തരണത്തിൽ പറയാനുള്ളത്. അപ്പൊ അതുപോലെ ഈ സമ്മേളനം നമുക്ക് നവോത്ഥാന രംഗത്ത്, സാമൂഹിക മാറ്റത്തിന്റെ രംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിക്കാൻ, വലിയ തുടക്കം കുറിക്കാൻ ഒരു നിമിത്തമാകട്ടെ. സമസ്ത മുശാവറയിലേക്ക് സ്ത്രീകളെ എടുക്കുന്ന വനിതാ പ്രതിനിധികൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും അതിന്റെ ഇതര പോഷക സംഘടനകളുടെയും ഒക്കെ സംസ്ഥാന നേതൃത്വത്തിലും അതുപോലെ ജില്ലാ പ്രാദേശിക നേതൃത്വങ്ങളിലൊക്കെ വരുന്ന ഒരു പുലരിയുടെ ഉദയത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. പ്രഭാതം അകലെയല്ല. മാറ്റത്തിന്റെ അരുണോദയങ്ങൾ, കിരണങ്ങൾ എവിടെയും ദൃശ്യമാണ്. അതിനുള്ള ചാരിതാർത്ഥ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.